റാപ്പർ വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ.ആർ. മധു. പറഞ്ഞത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും വേടൻ ജിഹാദികളുടെ ടൂളാണെന്നും എൻ.ആർ. മധു ജനം ടിവിയോട് പ്രതികരിച്ചു. റാപ്പർ വേടൻ എന്ന് പറയുന്ന കലാകാരൻ സത്യത്തിൽ അവരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരള സാമൂഹ്യ മണ്ഡലത്തിൽ കലാപത്തിൻ്റെ വിത്തുപാകാൻ കഴിയുമോ, വിഘടനവാദത്തിൻ്റെ വിത്തുപാകാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, പറഞ്ഞത് ആവർത്തിക്കുന്നു, അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എൻ.ആർ. മധു, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും. അതായത് വേടൻ കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിൽ ജാതി ഭീകരവാദം പടർത്തുന്നു എന്ന തന്റെ വാക്ക്, താൻ പറഞ്ഞ കാര്യം അതിൽ നിന്ന് തിരുത്തില്ല. കൃത്യമായി ബോധ്യത്തിന്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിലാണ് താൻ ഈ പരാമർശം നടത്തിയത് എന്ന് കേസരി മുഖ്യപത്രാധിപർ എൻ.ആർ. മധു പറയുകയാണ്. പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഉറച്ചു പറയുകയാണ്. ഇനി കേസല്ല, ഇതിന്റെ പേരിൽ മറ്റെന്ത് വന്നാലും അത് തരണം ചെയ്യും. മാത്രമല്ല, ഈ കേരളത്തിലെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ആ സമൂഹത്തിന് വിനാശകരമായ എന്താണോ ഉള്ളത് അത് കൃത്യമായി ഓരോ ഘട്ടത്തിലും താൻ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഈ എൻ.ആർ. മധു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജിഹാദികളുടെ ടൂളാണ് വേടൻ എന്നാണ്. അത് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ബോധ്യത്തിന്റെയും, അതായത് കൃത്യമായ വസ്തുത നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതായത് 2000 ആ സമയത്തൊക്കെ തന്നെ വേടൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നാടൻ പാട്ടുകളൊക്കെ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് വേടൻ കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, അന്ന് വേടന്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരെയും ഇപ്പോൾ കാണാനില്ല. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വേടൻ ഈ പാലസ്തീനിന്റെ പതാക പുതച്ചതിൽ നിന്ന് തന്നെ അതിന്റെ കാര്യം കൃത്യവും വ്യക്തവുമാണ് എന്നാണ് എൻ.ആർ. മധു പറഞ്ഞിരിക്കുന്നത്. ഈ വേടൻ ജിഹാദികളുടെ ടൂളാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്, വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ഈ വേടന് പുറകിൽ ഒരു വലിയ സംഘമുണ്ട്. ആ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ വേടനെ ഉപയോഗിച്ച് കേരള സാമൂഹിക മണ്ഡലത്തിൽ കലാപത്തിന്റെയും വിഘടനവാദത്തിന്റെയും വിത്തുപാകാൻ കഴിയുമോ എന്ന ശ്രമമാണ് ജിഹാദികൾ നടത്തുന്നത് എന്ന് കൂടിയാണ് എൻ.ആർ. മധു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും താൻ നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിന് എന്ത് വന്നാലും താൻ തുറന്നു പറയും, തുറന്നെഴുതും എന്നൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് കൃഷ്ണരാജ് എൻ.ആർ. മധു. ശരി, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേസരി മുഖ്യപത്രാധിപർ എൻ.ആർ. മധു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ.